താജിൻ്റെ ഈ ഒരു സൈസും ഭംഗിയും അല്ലേ. ഇതിനകത്തൊക്കെ ഒരു ദിവസമെങ്കിലും താമസിക്കണമെന്ന് ആഗ്രഹിക്കാത്തതായിട്ടുള്ള ആരും ഉണ്ടാവില്ല അല്ലേ. എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമായിരിക്കും. നല്ല റെൻ്റാണ്, അതെല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ഇതിനകത്ത് നടന്ന ആ സംഭവം ടെററിസ്റ്റ് അറ്റാക്കൊക്കെ നടന്നു, നമ്മുടെ ഒരു മേജർ നമുക്ക് നഷ്ടമായി. ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്നും വലിയ വ്യക്തത ഇല്ലാത്ത ആളുകളുണ്ട്. എന്താണ് ശരിക്കും നമ്മളെ ആർമി ഫേസ് ചെയ്തിട്ടുള്ള സംഭവം എന്നൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള സംഭവം വല്ലതും അറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഹിന്ദിയിൽ മേജർ എന്ന് പറയുന്നൊരു പടമുണ്ട്, ഒന്ന് കണ്ടു നോക്കണം. കാണാത്തവർ ഭൂരിഭാഗം നമ്മൾ ആളുകൾ കണ്ടിട്ടുണ്ടാവും, കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം നമുക്ക് പ്രിയപ്പെട്ട ഒരു മനുഷ്യൻ മരിച്ച ഒരു സ്ഥലം കൂടിയാണിത്. നമ്മുടെ മലയാളിയായ ഒരു പട്ടാളക്കാരൻ മരിച്ച ഒരു സ്ഥലം. നമ്മൾ പട്ടാളക്കാരൻ മലയാളി ആയതുകൊണ്ടല്ല, ഒരുപാട് പേര് മരിച്ച്. എന്നാലും സന്ദീപ് എന്ന് പറഞ്ഞ ഒരാളുടെ പേര് പറയുമ്പോൾ നമുക്ക് കൂടുതലൊരു ഇമോഷണലി നമ്മൾ കൂടുതൽ അറ്റാച്ച്ഡ് ആകുമല്ലോ. അപ്പോൾ അത് നടന്ന സ്ഥലമാണ് താജ്. 1903 ടാറ്റ ഈ ഹോട്ടൽ പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുത്തത്. ഇത് അവരുടെ ഫസ്റ്റ് കൺസ്ട്രക്ഷനാണ്. മെയിൻ ബിൽഡിങ്ങിൽ 6 ഫ്ലോറും ടവറിൽ 20 ഫ്ലോറും, ടോട്ടൽ 600 റൂമുണ്ട് ഇതിനകത്ത്. എത്ര ഹ്യൂജാണല്ലേ ഈ ഹോട്ടൽ, ഭയങ്കര ഹ്യൂജാണ് കേട്ടോ. ഞാൻ വിചാരിച്ചത് നമുക്ക് സാധാരണ നോർമൽ നമ്മൾ പടത്തിലൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ, നമ്മൾ നേരിട്ട് കാണുമ്പോഴാണ് കേട്ടോ നമുക്കിത് ഫീൽ ചെയ്യണം. ഇത് വലിയൊരു ഹ്യൂജ് ഹോട്ടലാണിത്. ഇത് നമ്മളെ കാണും പോലെ അല്ല, വെരി ബിഗ്. കാറ് ഭ്രാന്തന്മാർക്ക് വേണ്ടിയിട്ടാണ്. ഈ കാറ് താജിൻ്റെ ഫ്രണ്ട് കിടന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ കാർ ഇത്ര അടുത്ത് കാണുന്നത്. കൗതുകം കൊണ്ട് ഞാൻ സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോൾ താജിൻ്റെ CEO പുനീത് ചാത്വലിൻ്റെയാണ് ഈ വണ്ടി. അങ്ങനെ നമ്മൾ താജിൻ്റെ സൈഡിൽ കൂടെ കിടക്കുകയാണ്. ഇവിടെ അത്യാവശ്യം നല്ല നീറ്റാണ് കേട്ടോ, വലിയ വൃത്തിയായിട്ടൊന്നുമില്ല. പിന്നെ ഈ നിങ്ങൾ എപ്പോഴെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കിടന്ന് ചുറ്റാൻ ചെയ്യില്ല. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കയറാനായിട്ട് ഈ താജിൻ്റെ ഈ ബാക്ക് സൈഡ് വരണം. ഇത് ഈ ആൽമരമൊക്കെ കാണുന്ന ഈ ഏരിയ ഉണ്ട്, ഇവിടെ വന്നിട്ട് ഇതിനകത്തൂടെയാണ് പോകാനുള്ളത്. അല്ലാതെ നമ്മൾ അറിയാതെ കിടന്ന് കറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങൊക്കെ പോകും. അവിടെ നിന്ന് എൻട്രി ഒന്നുമില്ല, അതൊക്കെ അവർ ക്ലോസ് ചെയ്ത്. പിന്നെ ഇവിടെ ടൈമിംഗ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ശിവജിയുടെ സ്റ്റാച്ചു ഉണ്ട്. ഈ സ്റ്റാച്ചുവിൻ്റെ ബാക്ക് സൈഡിലാണ് നമുക്ക് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കാണാൻ പോകേണ്ട എൻട്രി. അല്ലാതെ ഇങ്ങനെ കറങ്ങി താജിൻ്റെ സൈഡിൽ പോയില്ല, അവിടെ ഒന്നും എൻട്രി ഇല്ല, അവിടെ എല്ലാം ക്ലോസ്ഡാണ്. അപ്പോൾ എപ്പോഴും വരുമ്പോൾ ഈ പറഞ്ഞ സംഭവം നോക്കിക്കോണേ. നിങ്ങൾക്ക് അറിയാം, എന്നാലും കുറച്ചെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷൻ കുറയും. നമ്മൾ നടന്നും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെയാണ് ഒരു യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ആരുടെ ചോദിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ ഒരു ഉപകാരം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഇന്നലത്തെ അതേ ഹോട്ടലിൽ തന്നെയാണ് കേട്ടോ. ഇവിടെ ഒരു പാവുണ്ട്, പാവ്. ഇത് മുംബൈയിലെ എല്ലാ സ്ഥലത്തും കിട്ടുള്ളൂ. പക്ഷെ ഇവിടെ ഈ പാവും ഇവിടുത്തെ മട്ടൻ കറിയുണ്ട്, നല്ല ക്രീമി ആയിട്ടുള്ള മട്ടൻ കറിയാണ്. അതിൽ നമുക്ക് അടിപൊളി. നിങ്ങൾ എന്തെങ്കിലും വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. ഇതിൻ്റെ പീസൊക്കെ നോക്കിയോ, ഇതുണ്ടോ, ഭയങ്കര സോഫ്റ്റാണ്. അത് നല്ല ക്ലീനിയാണ്. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ വരുമ്പോൾ ഇതും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇവിടെ വന്നിട്ട് എവിടെയെങ്കിലും പോകാൻ ബസ് അല്ലെങ്കിൽ ഊബർ ആയിരിക്കുമല്ലോ. ഇവിടെ ഓട്ടോറിക്ഷ ഞാൻ കണ്ടതേ ഇല്ല കേട്ടോ, ഒരെണ്ണം പോലും കണ്ടില്ല മുംബൈ ഈ സിറ്റിയുടെ ഇവിടെ. ചിലപ്പോൾ ഓട്ടോ കാണൂലായിരിക്കും. പക്ഷേ അത് ഇതുപോലത്തെ ടാക്സികൾ കണ്ടോ, ഈ ടാക്സികളിലൊക്കെ കയറി നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം. പക്ഷേ ഒരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ചൂടാണെങ്കിൽ അവർ AC ഒന്നും ഇടില്ല കേട്ടോ. AC ഇടാത്ത റേറ്റിലായിരിക്കും അവർ പോകുന്നത്. പക്ഷേ അവർ പറയുന്ന റേറ്റിൽ പോകില്ല, നമുക്ക് ബാർഗെയിൻ ചെയ്യാം. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ കോസ്റ്റ് വേ എന്ന് പറഞ്ഞാൽ ഞാൻ താമസിച്ച ഈ ഹോട്ടലിൽ താജിൻ്റെ ബാക്ക് വശത്തു നിന്ന് സൂ വരെ പോകാൻ ഉദാഹരണത്തിന് ഊബറിൽ പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഇവിടെ വന്ന് യൂബർ എന്ന് പറയില്ല, അവർക്ക് മനസ്സിലാവില്ല. ഊബർ എന്ന് തന്നെ പറയണം. പിന്നെ നിങ്ങൾ സൂ എല്ലാം കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ സൂവിൻ്റെ ഹിന്ദി തന്നെ പറയണം കേട്ടോ. സൂ എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. ടാക്സി ഡ്രൈവർക്ക് ചിടിയാക്കാർ എന്ന് തന്നെ പറയണം, എന്നാൽ അവർക്ക് സൂ ആണെന്ന് മനസ്സിലാവും. പിന്നെ അവർ വേറെന്തോ ഒരു പേര് കൂടി പറയുന്നുണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് പോകണമെങ്കിൽ മാക്സിമം യൂബർ തന്നെ എടുക്കണേ. യൂബർ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർ നമ്മളെ നല്ല കാശ് വാങ്ങിക്കും. നല്ല കാശ് വാങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊബറിൽ ഇപ്പോൾ ഒരു 150 രൂപ ആവുന്ന സ്ഥലത്തൊക്കെ അവർ 250 ഒക്കെ പറയും. 150 നേരെ 250 പറയും. അപ്പോൾ ഫസ്റ്റ് ടൈം വരുമ്പോൾ നോക്കിയാൽ. പിന്നെ ബസ്സുണ്ട്. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഒരു ബസ് സ്റ്റോപ്പിലാണ്. വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ബസ് കയറി പോവാം. പിന്നെ ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വെയിറ്റൊക്കെ ഉണ്ടെങ്കിൽ ബസ് കയറി പോകാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ ഇതുപോലെ യൂബർ എടുത്താൽ മതി. ഈ കാണുന്നതാണ് മുംബൈയിലെ ഏറ്റവും പഴക്കം ചെന്ന റെയിൽവേ സ്റ്റേഷൻ, ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ്. ഏറ്റവും പഴക്കവും ഏറ്റവും തിരക്കുള്ളതാണ് കേട്ടോ ഇത്. 156 രൂപയുള്ളൂ. നമ്മൾ നേരത്തെ ആ ടാക്സിയിൽ ചോദിച്ചപ്പോൾ 250 രൂപ വേണമെന്ന് പറഞ്ഞു കണ്ടോ. അപ്പോൾ യൂബർ എടുക്കണം, AC-ൽ ഇരുന്ന് വരാം.
താങ്ക് യു ഭയ്യ. അങ്ങനെ ഇതാണ് സൂവിൻ്റെ എൻട്രൻസ്. ഇനി നമുക്ക് ഇതിനകത്തോട്ടൊന്ന് പോയി നോക്കാം. ഇതാണ് കേട്ടോ ഇവരുടെ എൻട്രൻസ് ഫീസൊക്കെ. അഡൽറ്റിന് 50, ചൈൽഡ് 25, ഫാമിലി എത്ര, ഹസ്ബൻഡ് +5, 2 ചിൽഡ്രൻസ് 100. ഫോറിനേഴ്സിനൊക്കെ നല്ല കത്തി റേറ്റാണ്. അത് പിന്നെ വാങ്ങണമല്ലോ, എന്നാലും ഭാവം തോന്നുന്നു ചില സമയം അവരുടെ അവസ്ഥ ആണല്ലോ. ക്യാമറയ്ക്ക് 100, 300. ഈ കാണുന്നതാണ് 75 അടി ഉയരത്തിലുള്ള വർക്കാവാത്ത ക്ലോക്ക് ടവർ. ഡേവിഡ് സാസൂൺ ടവർ എന്നാണ് ഇതിൻ്റെ പേര്. എന്ത് കാരണത്തിനാണ് ഇത് കെട്ടിയെന്നുള്ളത് ഇന്നും തെളിവില്ല. സമയം നോക്കാനായിരിക്കും, അല്ലാതെ എന്തിന്. വിശാലമായ കാർ പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇതാണ് ഇവിടുത്തെ മ്യൂസിയം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് ആ മ്യൂസിയത്തിലെ മെയിൻ്റെനൻസ് വർക്ക് കാരണം അവധിയാണ്. ഇത് കൊള്ളാമല്ലോ സംഭവം. സിമെൻറ്റിൽ ഏതാണ്, പെട്ടെന്ന് ഞാൻ വിചാരിച്ച് വെങ്കലമാണെന്ന്. ഇവിടെ ഇതിനകത്ത് ഞാൻ വന്നത് എന്തിനാണെന്ന് അറിയാമോ? ഇവിടെ പെൻഗ്വിനുണ്ട്, പെൻഗ്വിൻ. ഞാൻ ഇന്നേ വരെ എൻ്റെ ലൈഫിൽ പെൻഗ്വിനെ കണ്ടിട്ടില്ല. പെൻഗ്വിനെ കാണാനാണ് സത്യം പറഞ്ഞ് ഞാൻ വന്നത്. അപ്പോൾ എന്തായാലും കണ്ടിട്ട് വരാം. ഈ കാണുന്നതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. സീനിയർ സിറ്റിസൺ എപ്പോഴും ഫ്രീ ആണ്. ബിലോ 12 ഏജിലുള്ള കുട്ടികൾക്ക് ഫ്രൈഡേ ഫ്രീ. ഓൺലൈൻ കൗണ്ടറും ഉണ്ട്, ഓഫ്ലൈൻ കൗണ്ടറും ഉണ്ട്. അമ്മ സീനിയർ സിറ്റിസൺ ആയതുകൊണ്ട് തന്നെ എൻട്രി ഫ്രീ കിട്ടി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചേർത്ത് 100 രൂപയായി. ഈ ആന ഇവിടെ കണ്ടത് ഈ ഡീറ്റെയിലും വായിച്ചപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആയിപ്പോയി. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തേ ഇല്ല ഈ ആന ഈ മ്യൂസിയത്തിലുണ്ടാവും എന്നുള്ളത്. ഈ ആനയാണ് നമ്മളെ എലഫൻ്റ കേവിലെ പ്രധാന കക്ഷി. ആ പേര് വരാൻ കാരണം കൂടി ഇവനാണ് കേട്ടോ. എന്നിരുന്നാലും പോർച്ചുഗീസുകാർ ഇതിനെ ഇവിടെ നിന്ന് കൊണ്ടുപോയി എന്നാണ് ഞാൻ വിചാരിച്ചത്. ഭാരം കാരണം ചിലപ്പോൾ കൊണ്ടുപോയി കാണില്ല, അല്ലെങ്കിൽ ഒറിജിനൽ ആനയും ആനയുടെ കൊമ്പിനുമാണ് വില എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും ചിലപ്പോൾ. എന്നാൽ ഇതിനിവിടെ കണ്ടതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഈ ആന ഇവിടെ ആയിരിക്കും ഇത് കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷയില്ല കേട്ടോ. സംഭവം ഞാൻ വേറെന്തോ വായിച്ചു, പക്ഷേ ആ മ്യൂസിയം വേറെ എവിടെയാണെന്ന് വിചാരിച്ചു. എനിക്കിത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയി പെട്ടെന്ന് കണ്ടപ്പോൾ. അങ്ങനെ നമ്മൾ അതിൻ്റെ എൻട്രൻസിലെത്തി കേട്ടോ. ഇവിടെ എന്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ബോട്ടിലകത്ത് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരൊറ്റ പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും കൊണ്ടുപോകില്ലെന്ന് പറഞ്ഞാൽ ഇവരെ കൊണ്ട് വെള്ളം കുടിപ്പിക്കുകയും ബോട്ടിൽസ് കളയിപ്പിക്കുകയാണ് ചെയ്യണത്. സംഭവം കൊള്ളാം, പക്ഷേ അകത്ത് കയറുമ്പോൾ ദാഹിച്ചു കഴിഞ്ഞാൽ അകത്ത് വേറെ ഷോപ്പ് ഉണ്ടാവും. എന്നിരുന്നാലും ആ ഒരു സംഭവം കൊള്ളാം അവർ ചെയ്യുന്നത്. ഇതിവിടെ വരുമ്പോൾ നമ്മളൊരു ബൊട്ടാനിക്കൽ ഗാർഡനകത്ത് ഒരു പഴയ മറ്റേ വെടിവെക്കുന്നൊരു സംഭവം വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേര് പെട്ടെന്ന് ഞാൻ മറന്നുപോയി. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്റ്റീലും വുഡും കൂടി ചേർത്ത് അവരുണ്ടാക്കിയതാണ്. ഇതിലെ ഓരോ ഗ്യാപ്പിൻ്റെ സൈസും കറക്റ്റ് ആയിരിക്കും എന്നാണ് അവർ പറയുന്നത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ആദ്യ കാഴ്ച മൃഗങ്ങളിൽ. ആന ആഫ്രിക്കൻ അല്ല കേട്ടോ, ഏഷ്യൻ ഫീമെയിലാണ്. കേരളത്തിൽ നിന്ന് വരുന്ന നമുക്കെന്ത് ഹാത്തി എന്ന് പറഞ്ഞ് ഞാൻ തിരിഞ്ഞു. ഈ കാണുന്ന ഓപ്പോസിറ്റ് ഉള്ളത് സിംഹത്തിൻ്റെ കൂടാണ്, പക്ഷേ സിംഹം ഇല്ല. കമ്മിങ് സൂൺ എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ലയൻ്റെ കേജിൻ്റെ അവിടെ പോയി. അവിടെ ലയൻ ഇല്ല എന്നുള്ള സംഭവം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും ബാക്കിയുള്ള സ്ഥലങ്ങൾ കാണാൻ പോകാം. നമ്മൾ വോൾഫിൻ്റെ കൂട്ടിൻ്റെ അടുത്ത് വന്നിട്ട് വെയിറ്റിംഗ് ആയും കമ്മിങ് സൂൺ എല്ലാവരും വരണേ ഉള്ളൂ. പക്ഷെ നമ്മളിവിടെ അങ്ങനെ നമ്മൾ സ്ലോത്ത് ബെയറിൻ്റെ കൂടിൻ്റെ അടുത്ത് എത്തി. ഇവിടെ വെയിറ്റിംഗ് സൂൺ എന്നുള്ള ബോർഡൊന്നുമില്ല, ആളുണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത്. സ്ലോത്ത് ബെയർ എന്ന് പറയുന്നത് ഇന്ത്യൻ കരടി തന്നെയാണ് കേട്ടോ. നമ്മുടെ കേരളത്തിലും ഉണ്ട് ഇത്. പൊതുവേ അവർ മടിയന്മാരായിരിക്കും. പകൽ ഉറക്കവും രാത്രി ഇരതേടി പോവും, അങ്ങനത്തെ സ്വഭാവമാണ്. പിന്നെ ഇത് സൂനകത്തായതുകൊണ്ട് എന്തായാലും ഇരതേടി പോക്ക് നടക്കില്ലല്ലോ. നല്ല ഫെൻസിങ് ഒക്കെ ചെയ്ത് വൃത്തിയുള്ള കൂടാണ് കേട്ടോ ഇവരുടേത്. പിന്നെ 45 ഇയേഴ്സ് വരെയാണ് ഇവരുടെ ആയുസ്. പ്രസവിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ ഇതിൻ്റെ അമ്മയുടെ തോളിലിരുന്നാണ് സഞ്ചാരമൊക്കെ. മടിയന്മാരാണെങ്കിലും കടുവ വേണമെങ്കിലും ഒന്ന് ആക്രമിച്ച് നോക്കും കേട്ടോ. പിന്നെ മനുഷ്യൻ്റെ കാര്യം പറയണ്ടല്ലോ. പണ്ട് സ്കൂളിൽ പഠിച്ച് പറ്റിച്ച പോലെ ചത്ത പോലെ കിടന്നാൽ ഇതെടുത്ത് കുഴിച്ചിട്ടിട്ട് പോകും. അതുകൊണ്ട് അതാരും ട്രൈ ചെയ്യല്ലേ. ഇവിടെ ഹൈനയും ലെപ്പേർഡും അയൽവാസികളാണ് കേട്ടോ. ഹൈന ടോട്ടലി 4 സ്പീഷീസ് ഉണ്ട്. ഇന്ത്യയിലും കാണപ്പെടാറുണ്ട് കേട്ടോ. ഇവന്മാരെ പ്രത്യേകത ചുമ്മാ ചാടിക്കയറി ആക്രമിക്കുകയൊന്നുമില്ല. ചൂസ് ചെയ്ത ഇരയെ മാത്രം വളഞ്ഞിട്ട് ആക്രമിച്ച് തിന്നും. സിംഹമാണെങ്കിൽ പോലും കേട്ടോ. ദേ കിടന്നുറങ്ങുന്ന പുലി. എല്ലാവരും ഉറക്കമാണ്. വന്നത് ഉച്ച സമയം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഈ സർക്കിളിനകത്ത് ഒരു പുലി കിടന്നുറങ്ങുന്നത് നിങ്ങൾക്ക് കാണാമോ? ഇവിടെ ലെപ്പാർഡിൻ്റെ ചീറ്റയുടെ ഒരു ബ്രീഫ് അതിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്, എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്നുള്ളത്. ലെപ്പാർഡിനാണെങ്കിൽ ഇതുപോലത്തെ മാർക്കിങ്സ് ആയിരിക്കും, ഒരു റൗണ്ട് ഷേപ്പിലെ മാർക്കിങ്സ് ആയിരിക്കും. ചീറ്റക്കാണെങ്കിൽ ഡോട്ടായിരിക്കും. ഇത് നമ്മളെ നാട്ടിലെ പല ആളുകൾക്കുള്ളൊരു ഡൗട്ടാണ്, പ്രത്യേകിച്ച് കൊച്ചു പിള്ളേർക്ക്. അടുത്തത് പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് ഗോൾഡൻ ജാക്കലിനെയാണ്. ഇവിടെ നിൽക്കുന്ന പിള്ളേർ ഡോറ എന്ന് വിളിക്കുന്നപ്പോഴാണ് എനിക്ക് സംഭവം പിടികിട്ടിയത്. ഡോറ എന്ന് പേരുള്ള ഫേമസ് കാർട്ടൂണിലെ എല്ലാം മൂട്ടിച്ചുകൊണ്ട് പോകുന്ന കുറുനാരി ഈ സാധനമാണ്. കണ്ടുപിടിക്കാൻ തന്നെ ഒരു സമയമെടുത്തു. ദേ കിടന്നുറങ്ങുന്നു പുല്ലിൻ്റെ ഇടയിൽ. ഈ ഉച്ചയ്ക്ക് വരുന്നത് ഒരു പണിയാണ് കേട്ടോ. നിങ്ങൾ കഴിയുന്നതും കുറച്ചും കൂടി നേരത്തെ വരണേ. അപ്പോഴത്തെ ഇവന്മാരെ നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ജാക്കലുണ്ട്. ഈ ജാക്കൽ ലൈഫ് ടൈം ഫുള്ള് മേറ്റ് ചെയ്യും ഇവർ. അതുപോലെ തന്നെ ഇവരുടെ പിള്ളേരെ അതിൻ്റെ ഫാദറും മദറും ചേർന്നേ നോക്കുകയുള്ളൂ. പിന്നെ അവന്മാരുടെ ഫുഡിൻ്റെ രീതിയൊക്കെ പറഞ്ഞില്ല. അവന്മാർ വല്ലപ്പോഴൊക്കെ പോയി പച്ചിലയും തിന്നും, ഈ മീറ്റും തിന്നും. പച്ചില പക്ഷേ സ്ഥിരം തിന്നാറില്ല, ഇവർ മീറ്റ് തന്നെയാണ് കൂടുതലും കഴിക്കുന്നത്. ഇവൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾഫ് നമ്മുടെ നാട്ടിൽ അധികമില്ല.
ഈ കാണുന്ന ബോസ്, ഈ ജാക്കൽസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് കാട്ടിനകത്തൊക്കെ കയറി കഴിഞ്ഞാൽ. അപ്പോൾ ഇവൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പോയി ഇവന്മാർ കൂട്ടത്തോടെ വരണേൻ്റെ നടുക്ക് പോയി നമ്മൾ മനുഷ്യരായാലും വേറൊരു ആനിമലായാലും പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവന്മാർ നമ്മളെ മൃഗീയമായി അറ്റാക്ക് ചെയ്യും. കാട്ടുപട്ടിക്കും ഈ ജാക്കലിനും ഏതാണ്ടൊക്കെ ഒരുപോലത്തെ ക്യാരക്ടറാണ്. കാട്ടുപട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ ജീവനോടെ തന്നെ തിന്നു തുടങ്ങും. പക്ഷേ ജാക്കൽ ഏതാണ്ട് അതുപോലെ തന്നെ സിംഗിളായിട്ട് ഇവന്മാർ കൂട്ടത്തോടെ വരുമ്പോൾ പോയി ഒന്ന് പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവന്മാർ നമ്മൾ അറ്റാക്ക് ചെയ്യും. കടുവയും പുലിയാണെങ്കിൽ പോലും ഇവർ ചിലപ്പോൾ കൂട്ടത്തോടാണെങ്കിൽ അറ്റാക്ക് ചെയ്യും. അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട്. അങ്ങനെ നമ്മൾ കടുവേരെ കൂട്ടിലെത്തി. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, ഈ വീഡിയോ കാണുന്ന ആരായാലും നിങ്ങളെ മക്കളെ കൊച്ചിലെ തന്നെ കാട്ടിൽ കയറുമ്പോഴും, കാട്ടിലൊക്കെ കൊണ്ടുപോകണം, കാട്ടിൽ കയറുമ്പോഴും ഇതുപോലത്തെ സൂ പോലുള്ള സ്ഥലങ്ങൾ വരുമ്പോഴും ആദ്യം പഠിപ്പിക്കേണ്ട ഒരു മര്യാദ എന്താണ്? ക്വാറ്റ്, മിണ്ടാതെ വരാൻ പറയുന്നത്. എക്സൈറ്റിൽ ഈ പിള്ളേർ കിടന്ന് പോലെ പറ്റും. വലിയ ആളുകളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. കുറച്ച് പിള്ളേരുടെ ഒരു ബേസിക് ലേണിങ്ങിൽ തന്നെ നമ്മൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. കാട്ടിൽ കയറുമ്പം അൺവാണ്ടഡ്ലി വോയിസ് ഉണ്ടാക്കുന്നില്ല, അത് വലിയ പ്രശ്നമാണ്. അത് സൂവിനകത്താണെങ്കിലും ശരി, കാട്ടിനകത്താണെങ്കിലും ശരി. ഇവിടെ ഒരു രക്ഷയില്ല. പിള്ളേരും വലിയ ആളുകളും കിടന്ന് കൂവി വിളിക്കുകയാണ്. മിക്ക ആനിമൽസ് ഓൾറെഡി ഫെഡപ്പാണ് ദേ ആർ ഇൻ കേജ്. പക്ഷേ ഇതും കൂടി ആകുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവാൻ തൊട്ടു മുമ്പുള്ള സീനെ ഞാൻ മ്യൂട്ട് ചെയ്തിട്ടില്ല. ബഹളം എന്തായാലും കണ്ടല്ലോ അല്ലേ. ഇത് കടുവേരെ കുറച്ച് പ്രത്യേകതകളാണ്. ഇവർ നമ്മളിന്ന് ബോട്ടിലൊക്കെ വാങ്ങിച്ച് വെച്ചാലും ഇതിനകത്ത് ഇതുവരെ ഞാൻ ഷോപ്പൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഇവിടുന്ന് ബ്രിഗി വാട്ടർ ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് സാമ്പാർ പിക്കോയിനുണ്ട്. ഇവിടെയൊക്കെ ഒരു കഫേറ്റീരിയ ഉണ്ട് കേട്ടോ. ചിലപ്പോൾ ഇതിൻ്റെ കൂടെ കച്ചവടം നല്ല രീതിയിൽ നടക്കാനും മൃഗങ്ങളെ ഇപ്പന്മാർ ഈ കുപ്പിയൊക്കെ എടുത്ത് അകത്തോട്ടിട്ട് ഡിഷ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും കേട്ടോ ഒരു കുപ്പി വാങ്ങിച്ച് വയ്ക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ നമുക്കിവിടെ ഫുഡും വെള്ളവും എല്ലാം കിട്ടും. ഭൂമിയിലെ മൂന്നാമത്തെ വലിയ മാമലാണ് കേട്ടോ ഹിപ്പോപ്പൊട്ടാമസ്. ഇതിലെ ആൺവർഗമായ നീർക്കുതിര ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം വളർന്നുകൊണ്ടേയിരിക്കും. മേറ്റിങ്ങും പ്രസവവും വെള്ളത്തിൽ തന്നെ ആയിരിക്കും. ഫീമെയിൽ ഗ്രൂപ്പിൽ നിന്ന് മാറി മറ്റ് താഴ്ച കുറഞ്ഞൊരു ഏരിയയിൽ പോയി പ്രസവിച്ചിട്ട് തിരിച്ച് ഗ്രൂപ്പിലേക്ക് വരും. ഈ കാണുന്നത് സാമ്പാർ ഡിയർ, മാൻവർഗത്തിലെ ലാർജസ്റ്റ് വണ്ണാണ് കേട്ടോ ഇത്. കാട്ടിൽ ട്രക്കിങ്ങിനോ അല്ലാതെ സഫാരിക്കൊക്കെ പോയിട്ടുള്ളവർ ഇതിനെ ഒരുപാട് കണ്ടിട്ടുണ്ടാകും. ഒരുപക്ഷെ സമാധാനത്തിൽ നിൽക്കുന്നത് കാണുന്നത് ഈ സൂനകത്തത് ഇതുപോലെ ആയിരിക്കും. കാട്ടിലവർ ഭയങ്കര അലർട്ടായിരിക്കും എപ്പോഴും. പൂച്ച സാറിൻ്റെ നടത്തം കണ്ടോ? ഇവൻ പുറത്തു പോയി അവൻ്റെ കൂട്ടുകാരൊക്കെ ഇതാണ് കടുവയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടിലെ പൂച്ചയൊക്കെ വിശ്വസിക്കുള്ളൂ അല്ലേ. അടുത്ത നമ്മൾ കാണാൻ വന്ന മെയിൻ സംഭവം പെൻഗ്വിൻ. വാ, പെൻഗ്വിൻസിന് വേണ്ടിയുള്ള പ്രത്യേക ഏരിയ തന്നെ ഉണ്ട് ഇവിടെ. എന്ത് രസമാണല്ലേ ഇവർ നീന്തുന്നതൊക്കെ കാണാൻ. നമുക്ക് ഭാഗ്യമുണ്ട്, ഇവർക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു വാമപ്പ് പോലെ സ്വിമ്മിങ്ങിന് വിട്ടിരിക്കുന്നതാണ് അവരിപ്പോൾ. അത് കഴിയുമ്പോൾ അവരൊരു കൂട്ടിലേക്ക് സെപ്പറേറ്റ് ആക്കി മാറ്റും. ഇവർക്ക് വേണ്ട സ്പെഷ്യലി ട്രീറ്റ് ചെയ്ത സോൾട്ട് വാട്ടർ ടാങ്കും അതുപോലെ തന്നെയുള്ള ആവാസ മേഖല അനുസരിച്ചുള്ള കൂളിങ്ങും എല്ലാം ഇവിടെ ഉണ്ട്. ഇവർക്ക് ഫുഡ് കൊടുക്കുന്ന ടീമിൽ വെറ്റിനറി ഡോക്ടേഴ്സിൻ്റെ അവൈലബിലിറ്റി ഉണ്ട് കേട്ടോ. കാരണം വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണല്ലോ അവർ. അതുപോലെ തന്നെ പെൻഗ്വിനെ നമുക്ക് കാണണമെങ്കിൽ ഇന്ത്യയിൽ ഈ സൂ മാത്രമേ ഉള്ളൂ. ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി ധ്രുവപ്രദേശങ്ങളിലൊക്കെ യാത്ര പോകേണ്ടി വരും. നല്ലൊരു ത്രെട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ വെള്ളത്തിൽ 32 km/h സ്പീഡിൽ സ്വിമ്മ് ചെയ്യും. കൂടുതൽ സമയം അവർ കടലിലായിരിക്കും. പിന്നെ റെസ്റ്റിംഗ് ടൈമിലും മുട്ടയിടുന്നതിനൊക്കെ ആയിട്ടാണ് അവർ കരയിലേക്ക് വരുന്നത്. നമ്മൾ പെൻഗ്വിനെ കണ്ടിട്ട് ഇറങ്ങുന്നില്ലേ? പെൻഗ്വിനെ കണ്ടിറങ്ങുമ്പോൾ ഒരു ശാസ്ത്രീയപരമായിട്ടുള്ളൊരു ചെറിയ പ്ലാനിങ്ങാണ്. അവിടെ നിന്ന് നേരെ ഇറങ്ങി നമ്മൾ ഹോട്ടലിനകത്തോട്ടാണ് കയറ്റി വരുന്നത്. അപ്പോൾ ഇപ്പം ഇൻ കേസ് ടയേർഡാണെന്നുണ്ടെങ്കിൽ ഫുഡ് കിട്ടും, കഴിക്കുകയും ചെയ്യണം. അവർക്കൊരു ബിസിനസ്സും ആവും. നമ്മൾ പെൻഗ്വിനെ കണ്ടില്ലേ? എന്ത് രസമല്ലേ പെൻഗ്വിനെ കാണാൻ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. എനിക്കൊന്ന് വേറെ ഒരു സൂലും ഇല്ലെന്ന് തോന്നുന്നു. ഈ സൂല് മാത്രമേ ഉള്ളൂ, മുംബൈയിലെ ഈ സൂല് മാത്രമേ ഉള്ളൂ പെൻഗ്വിൻ. എല്ലാം കുഞ്ഞുങ്ങളാണ്, വലിയ ഹ്യൂജായിട്ടുള്ളതിനൊന്നും കണ്ടില്ല. എന്ത് രസമായിരുന്നു അല്ലേ. അവരുടെ രോമം കണ്ട് അത് വെള്ളം പിടിക്കില്ല. അവരുടെ ആ ഹെയറിൽ, ബോഡിയിലുള്ള ഹെയറിൽ പെട്ടെന്ന് ഡ്രൈ ആവുകയും ചെയ്യും പെൻഗ്വിനിൽ. അതുപോലെ തന്നെ ഇവർ സിംഗിളായിട്ട് നടക്കില്ല. അപൂർവമായിരിക്കും സിംഗിളായിട്ട് നടക്കുന്ന ഈ ഒറ്റപ്പെട്ട് നടക്കുന്ന പെൻഗ്വിൻസ്. ഇവർ കൂട്ടത്തോടെ ഗ്രൂപ്പായിട്ടൊക്കെ താമസിക്കുള്ളൂ. ചിലി എന്ന് പറഞ്ഞ സ്ഥലത്ത് 14,000 പെൻഗ്വിൻസ് ഉണ്ട് കേട്ടോ ഒരു ഏരിയയിൽ. 14,000 പെൻഗ്വിൻസ്. പിന്നെ ഇവർ എത്ര 30 km/h അല്ലേ, 33 km/h ഇവർക്ക് സ്വിം ചെയ്യാൻ പറ്റും. നല്ല രസമുണ്ടല്ലേ.
സത്യം പറഞ്ഞാൽ ഇത് കാണണമെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ ചിലിയിലോ അന്റാർട്ടിക്കയിലോ ഒക്കെ പോകേണ്ടി വരും. വേറെ എവിടെ ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് അറിയില്ല. പക്ഷേ കണ്ടിട്ടില്ലാത്തവർ ഉറപ്പായിട്ട് വന്ന് ഇവിടെ വന്ന് കാണുന്നത് നല്ല എക്സ്പീരിയൻസ് ആണത്. പെൻഗ്വിനെ കാണുന്നത്. അതിൻ്റെ ആ റൂം ഫുള്ള് AC ആണത്. അതിനകത്താണ് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി അലോട്ടഡ് അല്ലാന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ എല്ലാവരും എടുക്കുന്നത് കണ്ടിട്ട് ഞാനും എടുത്തു. പോലീസുകാരൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ് എടുത്തോളാം. പിന്നെ ഞാനും എടുത്തു. സംഭവം അവിടെ ഒരു നോ എൻട്രി ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ലൈറ്റായിട്ടൊന്ന് ഒളിഞ്ഞ് നോക്കിയായിരുന്നു. അതിനകത്ത് പുലിയാണ്. എൻ്റെ ഗതികേടിന് അത് യവന്മാർ കണ്ട്. ഇത് നോക്ക്. ഒരു തുടക്കമായിട്ട് കൊടുത്തേ ഉള്ളൂ കേട്ടോ. ആരും ഇല്ലായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ഒരു കടുവ, അതായത് കടുവയല്ല ഒരു പുലി, അത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. ഞാൻ ലൈറ്റായിട്ടൊന്ന് ഒളിഞ്ഞ് നോക്കിയുള്ളൂ. അത് ആ കൂട്ടത്തിൽ ഒരുത്തൻ കണ്ട്. പിന്നെ ഇപ്പോൾ വരണവനും പോണവനും എല്ലാവരും നോക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് കുഴപ്പം. ഒരുത്തനെ ഒന്ന് ഒളിഞ്ഞു നോക്കാൻ സമ്മതിക്കില്ല ഇന്ത്യയിൽ. പിള്ളേർക്ക് എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ കളിക്കാൻ കിട്ടും അല്ലേ? അത് കൂടെ തിരിച്ചാവാം. നമ്മളെയൊക്കെ ഏജിലുള്ളവർ എവിടെയെങ്കിലും പോകണമെങ്കിൽ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോകണം. നമ്മളെ പ്രായത്തിനും കൂടി വല്ല സ്ലൈഡ് ഊഞ്ഞാല അല്ലേ മാർക്ക് ഇതിൽ കെട്ടി. ഊഞ്ഞാലൊക്കെ ഗ്രൗണ്ട് സൈസാണ്. നമ്മളൊക്കെ പോയിരുന്ന ആടിയ പാൻറ്റിൻ്റെ ബാക്ക് കീറിക്കും. അതുകൊണ്ടേ നമ്മുടെ മലമുഴക്കി വേഴാമ്പലിൻ്റെ വേറെ ഒരെണ്ണമാണ് ഹോൺബിൽ. വേഴാമ്പലിന് ലൈഫ് ലോങ് മൊത്തം ഒരൊറ്റ പേരായിരിക്കും. അതിൽ മെയിലോ ഫീമെയിലോ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഏകാന്തവാസമായിരിക്കും. കൂട്ടിൽ മുട്ടയിടാനായിട്ട് ഫീമെയിൽ കയറി കഴിഞ്ഞാൽ അവരെ കൂട് സീൽഡ് ചെയ്യും. പിന്നെ ഇതിന് ഫുഡ് എത്തിച്ചു കൊടുക്കുന്ന ജോലി മെയിലിൻ്റെയാണ്. ഒരു കാരണവശാലും കുഞ്ഞുങ്ങളുമായിട്ട് വിരിഞ്ഞല്ലാതെ ഈ ഫീമെയിൽ വെളിയിൽ ഇറങ്ങില്ല. വേഴാമ്പലിനെ കാണുമ്പോഴൊക്കെ എനിക്കിത് ഈ ചേട്ടനെ ഓർമ്മ വരും. ഇദ്ദേഹത്തിൻ്റെ പേര് ബൈജു എന്നാണ്. നമ്മൾ തൃശ്ശൂർ ആതിരപ്പള്ളിയിലുള്ളതാണ്. അങ്ങനെ കൂട്ടിലകപ്പെട്ടു പോയ മെയിൽ ചത്തുപോയ ഒരു ഫീമെയിലിനെയും കുഞ്ഞുങ്ങളെയും ഇദ്ദേഹം രക്ഷിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം ഇപ്പോൾ ഇല്ല കേട്ടോ, മരിച്ചുപോയി. ബൈജു എന്നാണ് ഈ ചേട്ടൻ്റെ പേര്. ബേർഡ്സിനായിട്ടൊരു വലിയ ഏരിയ തന്നെ ഉണ്ട്. പക്ഷേ എല്ലാം നമ്മൾ കണ്ടു പരിചയമുള്ളതൊക്കെ തന്നെയാണ്. ഇത് നക്ഷത്ര അമ്മ. സ്ഥിരം നമ്മുടെ പത്രത്തിലൊക്കെ നക്ഷത്ര അമ്മ കടത്തിൽ ആളുകളെ പിടിച്ചു എന്നൊക്കെ പറയില്ലേ, അതാണ് ഈ ഐറ്റം. ക്രോക്കഡൈലിന് വേണ്ടിയിട്ട് ഒരു വലിയൊരു ഏരിയ തന്നെ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ടാങ്കും വാട്ടർ ഫിൽഡായിട്ടൊക്കെ. അതായത് നമുക്ക് താഴെ ആ ഗ്ലാസിൻ്റെ അടുത്ത് പോയെന്നും കാണാം. നമ്മളും അങ്ങോട്ട് പോകുന്നുണ്ട്. ഇത് കണ്ടോ, ഒരു മുതലേ കണ്ടപ്പോൾ അവിടെ ആൾ കൂടിയത്. ഇത് ഘാരിയൽ ഇനത്തിൽപ്പെട്ട ക്രോക്കഡൈലാണ് കേട്ടോ. അതിൻ്റെ ചുണ്ട് കണ്ടോ, ഇത്രയും നീണ്ടാണ് ഇരിക്കുന്നത്. ഫിഷ് ഈറ്റിംഗ് ക്രോക്കഡൈൽ എന്ന് ഇതിനെ പറയാറുണ്ട്. പക്ഷെ മനുഷ്യരെ കിട്ടിയാലും അറ്റാക്ക് ചെയ്യാതെ ഒന്നും ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൻ്റെ ഉമ്മറം ഇങ്ങനെയും പിന്നാമ്പറം ദേ ഇങ്ങനെയാണ്. ഒറ്റ ലേയിങ്ങിൽ ഇത് 20 മുതൽ 90 മുട്ട വരെ ഇടാറുണ്ട്. പക്ഷെ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ക്രോക്കഡൈൽ ഇനവും കൂടിയാണിത്. അതിൻ്റെ സൗണ്ട് കണ്ടോ. ഇത് ഗ്രേറ്റ് വൈറ്റ് പെലിക്കൻ ദേശാടന പക്ഷികളുടെ ലിസ്റ്റിലുള്ളതാണ്. ഫുഡ് തേടി ഇവർ 100 കിലോമീറ്റർ വരെയൊക്കെ പറക്കാറുണ്ട്. ആവാസ മേഖല അനുസരിച്ച് സെലക്റ്റീവ് പ്ലേസിലാണ് താമസിക്കുന്ന കോളനിയായിട്ട്. ആ കൂട് വിട്ട് വേറെ കൂട്ടിലേക്ക് സീസൺ അനുസരിച്ച് മാറുകയും ചെയ്യും. ചാടയല്ല, കൊള്ളാമല്ലേ. 60 ഏക്കറിനകത്തുള്ള ഈ മ്യൂസിയം കോമ്പൗണ്ടിൽ 3000 മരങ്ങളുണ്ട്. ക്വീൻസ് ഗാർഡൻ എന്നാണ് ഇതിൻ്റെ 1861 തുറന്നപ്പോഴുള്ള പേര്. പിന്നീട് ആ പേര് മാറ്റി മാതാ ജീജാബായി ബോൺസലെ പാർക്ക് എന്നുമാക്കി. അങ്ങനെ നമ്മൾ മുംബൈയിലെ സൂ കണ്ടു. അത്യാവശ്യം നമ്മൾ മൃഗങ്ങളൊക്കെ കണ്ടു. കുറേ മൃഗങ്ങളൊക്കെ ഇവിടെ വരാനുണ്ട്. നിങ്ങളൊക്കെ വരുന്ന ടൈമാകുമ്പോൾ ചിലപ്പോൾ അതൊക്കെ വരുമായിരിക്കും. എന്തായാലും ഒരു തവണയെങ്കിലും മുംബൈയിൽ വരുമ്പോൾ മുംബൈ സൂ മിസ് ചെയ്യാതിരിക്കുക. കൺഫേം ആയിട്ടും പെൻഗ്വിനെ കാണാൻ പറ്റും. പെൻഗ്വിൻ മിസ്സാവാതിരിക്കുക. ഇവിടെ കുറച്ച് വർഷമായിട്ട് പെൻഗ്വിൻ ഉണ്ട്. അപ്പോൾ ഈ അടുത്തെങ്ങും അത് അവർ സ്റ്റോപ്പ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും പെൻഗ്വിനെ കാണണം. നമ്മുടെ ലൈഫ് ടൈമിൽ ഒരു വട്ടമെങ്കിലും പെൻഗ്വിനെ കാണണം. അല്ലാതെ നമ്മൾ പെൻഗ്വിനെ കാണാൻ പോകുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചിലവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കൊച്ചു കൂട്ടുകാർക്കും അല്ലാതെ ഏതെങ്കിലുമൊക്കെ താല്പര്യമുള്ള കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ എപ്പിസോഡ് ഇതുവരെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ബൈ.